നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടിമിന്നൽ അപകടകാരികളാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇടിമിന്നലേറ്റ് ആളുകൾ മരിക്കുന്ന സംഭവങ്ങളും ഇടിമിന്നലേൽക്കുന്ന വാർത്തകളും കണ്ടിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇടിമിന്നലേൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളായിരിക്കും. അവിടെയുള്ളവർക്കൊക്കെ തന്നെ പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാണ്. കേരളത്തിലടക്കം പലപ്പോഴും നമുക്ക് മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇടിമിന്നൽ സാധ്യതയുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകാറുണ്ട്. ഇപ്പോഴിതാ ഇടിമിന്നൽ 2.5 മണിക്കൂർ മുമ്പേ അറിയാൻ സാധ്യമാകുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് ഇസ്രോ. രാജ്യത്തുടനീളം ഇടിമിന്നൽ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ISRO വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് വളരെ ഭാവിയിലടക്കം ഗുണകരമാകുന്ന ഒരു കണ്ടുപിടുത്തമാണ്. ഇസ്രോയുടെ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്ററാണ് ഇത് വികസിപ്പിച്ചത്. പെട്ടെന്നുണ്ടാകുന്ന ഇടിമിന്നലുകൾ മനുഷ്യജീവന് ആപത്താകുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കുന്നതിനെ തുടർന്നാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ ISRO തീരുമാനിച്ചത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അപഗ്രഥിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇൻസാറ്റ് 3D ഉപഗ്രഹം ശേഖരിച്ച ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ ഡാറ്റയിൽ മിന്നൽ സിഗ്നേച്ചറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻസാറ്റ് സീരീസ് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള തത്സമയ നിരീക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്തി മിന്നൽ സൂചകങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചിരുന്നു. ഈ സംവിധാനം മിന്നലിന്റെ വ്യതിയാനം കൃത്യമായി മനസ്സിലാക്കുകയും 2.5 മണിക്കൂറിന് മുൻപ് ഇടിമിന്നൽ സൂചന നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 2.5 മണിക്കൂർ മുമ്പ് ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണോ ഇടിമിന്നൽ സാധ്യതയുള്ളത് അവർക്കൊക്കെ തന്നെ നിർദ്ദേശം നൽകാനായിട്ടും ഇതിലൂടെ സാധിക്കും. അതിനനുസരിച്ച് മുൻകരുതൽ എടുക്കാനും സാധിക്കും. ഇസ്രോയുടെ കണ്ടെത്തൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്കും സഹായകരമായിരിക്കും. ഈ സാങ്കേതിക വിദ്യ വരുന്നതോടെ ഇടിമിന്നലിന്റെ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇടിമിന്നൽ ഈ കൊടുങ്കാറ്റ് മേഘങ്ങൾക്കുള്ളിലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള പ്രദേശങ്ങൾ തമ്മിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അത് പുറത്തുവിടുന്നതും. അല്ലെങ്കിൽ കൊടുങ്കാറ്റിന്റെ ചാർജുള്ള ഭാഗങ്ങളും ഭൂമിയും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇത് സംഭവിക്കുന്നത്. മിന്നലുകൾ 20 കിലോമീറ്റർ വരെ നീളത്തിലെത്താം. മേഘങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന വൈദ്യുതി ഡിസ്ചാർജുകൾ പുറത്തുള്ള ആളുകൾക്ക് വളരെ അപകടകരമാണ്. പ്രത്യേകിച്ച് മേഘങ്ങളാൽ പൂർണ്ണമായി മൂടപ്പെട്ട ഒരു പർവ്വതത്തിലാണെങ്കിൽ. ഇടിമിന്നൽ നിലത്ത് പതിക്കുമ്പോഴാണ് ഏറ്റവും മോശം അപകടം സംഭവിക്കുന്നത്. ആഘാതങ്ങൾക്ക് വ്യത്യസ്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇത്തരത്തിലുള്ള മിന്നലിൽ മിക്കവാറും എല്ലായ്പ്പോഴും പർവ്വത ശിഖരങ്ങളിൽ ഒരു പ്രധാന ശാഖ തട്ടുന്നത് ഉൾപ്പെടുന്നു. കൂടാതെ മിന്നൽ പലപ്പോഴും ഒരേ മേഖലയിൽ തന്നെ തിരിച്ചെത്തുന്നു. മിന്നൽ അപകടത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടതും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തപ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അറിയേണ്ടതും വളരെ പ്രധാനമാണ്. അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് മഞ്ഞുവീഴ്ചയെക്കാളും ഹിമപാതത്തെക്കാളും പാറയിലാണ് അപകടം കൂടുതലെന്നാണ്. അത് പ്രത്യേകിച്ച് ഫ്യൂച്ചി DS എൽമോ എന്നറിയപ്പെടുന്നതിന് ബാധകമാണ്. ഇത് വായുവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വൈദ്യുതിയുമായി ഉയർന്ന ചാർജുള്ളതുമായ ഒരു നിശബ്ദ മിന്നലാണ്. പർവ്വത ശിഖരങ്ങളിലെ കുരിശുകൾ, വൈദ്യുതി തൂണുകൾ തുടങ്ങിയ കൂർത്ത ലോഹ വസ്തുക്കളിൽ നിന്ന് ഉയർന്നു വരുന്ന നീല നിറത്തിലുള്ള തീജ്വാലകളുടെ രൂപത്തിലാണ് തീ ഉണ്ടാകുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും കേൾക്കാം. ഇടിമിന്നൽ സാധ്യതയുള്ളപ്പോൾ മുകളിലേക്ക് ചൂണ്ടുന്ന പാറകളിൽ നിന്നും പ്രഹര സാധ്യതയുള്ള മറ്റെന്തിൽ നിന്നും അകലം പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കേബിളുകൾ, വൈദ്യുതി തൂണുകൾ, മരങ്ങൾ, ഒറ്റപ്പെട്ട പാറകൾ എന്നിവയിൽ നിന്ന് വളരെ അകലം പാലിക്കുക. വെള്ളത്തിൻ്റെയും ഡ്രെയിനേജ് പൈപ്പുകളുടെയും ലംബമായ ഭിത്തികളുടെയും സ്ഥാനം ഒഴിവാക്കുക. കഴിയുന്നത്ര ലോഹവസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക. പാറയ്ക്കടിയിൽ അഭയം തേടുന്നത് പോലും ഉചിതമല്ല. കാരണം വൈദ്യുതി പാറയിലൂടെ താഴേക്ക് സഞ്ചരിച്ച് തുടർച്ചയായി അപകടമുണ്ടാക്കാം. ചുരുക്കത്തിൽ ഇത് വ്യക്തമായി തോന്നുമെങ്കിലും കൊടുങ്കാറ്റ് നിങ്ങളെ സമീപിക്കുന്നതിന് മുമ്പ് അഭയം കണ്ടെത്തണമെന്ന് ശക്തമായി തന്നെ പല വിദഗ്ധരും മുന്നറിയിപ്പ് ചെയ്യുന്നു. അഭയകേന്ദ്രത്തിൻ്റെയും അതിൻ്റെ സ്ഥാനത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് നല്ല വിവേചനാധികാരം പ്രയോഗിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. കൊടുങ്കാറ്റുകളുടെ ഏറ്റവും ഗുരുതരമായ അപകടം മിന്നലാണ്. മേഘങ്ങൾക്കിടയിലോ മേഘങ്ങൾക്കും ഭൂമിക്കുമിടയിലോ വൈദ്യുതി പുറന്തള്ളപ്പെടുന്നതാണ് ഇത്. മിന്നലിന് 30,000 സെൽഷ്യസ് താപനിലയുണ്ട്. അതിൻ്റെ വേഗത സെക്കൻഡ്സിൽ 10,000 കിലോമീറ്ററാണ്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.
ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം ഏകാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാറ് കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവർത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവെക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴവേഗം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതി ഉപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലിന്റെ ആഘാതത്തിൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിശക്തിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിലും വൈദ്യുതി പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ്സ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ്ണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യുതി സഹായം എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ പാലിക്കേണ്ടതും അനിവാര്യമാണ്. പലപ്പോഴും കേരളത്തിലടക്കം ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. മിന്നലേറ്റ് കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ ഒരാൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഓടിയപ്പോഴാണ് ഇത്തരത്തിൽ മിന്നലേറ്റ സംഭവം നടക്കുന്നത്. ഏതായാലും കൃത്യമായി തന്നെ മഴ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകും എന്നതിനോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇടിമിന്നലും അപകടങ്ങൾ വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങളാണ് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.